കണ്ണൂരിൽ വൻ MDMA വേട്ട 101 ഗ്രാം മെത്തഫെറ്റമിനുമായി കാട്ടാമ്പള്ളി സ്വദേശി അറസ്റ്റിൽ. കണ്ണാടിപ്പറമ്പ് പള്ളിപ്പുറം ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് പിടികൂടിയത്. വിശദാംശങ്ങളുമായി മനോജ് ഉമയിൽ ചേരുന്നു. മനോജ്, വൻ MDMA വേട്ടയാണ് കണ്ണൂരിൽ നടന്നിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഷിനിത്ത്, വൻ രാസലഹരി വേട്ട തന്നെയാണ് എക്സൈസ് ഇപ്പോൾ കണ്ണൂരിൽ നടത്തിയിട്ടുള്ളത്. 101 ഗ്രാം മെത്താഫിറ്റാമിനുമായാണ് ഈ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി നടത്തിയ റെയ്ഡിലാണ് ഈ മയക്കുമരുന്ന് പിടികൂടിയത്. കാട്ടാമ്പള്ളി സ്വദേശി NP മുസമ്മിലിനെ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ S സിയാദിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എക്സൈസ് കമ്മീഷൻ സ്ക്വാഡ് അംഗങ്ങളായ PV ഗണേഷ് ബാബു, PP സുഹൈൽ എന്നിവർക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടന്നത്. ഈ മയക്കുമരുന്ന് വേട്ടയുമായി ബന്ധപ്പെട്ട് കണ്ണാടിപ്പറമ്പ് പള്ളിപ്പുറം ഭാഗങ്ങളിലായിരുന്നു എക്സൈസിന്റെ പരിശോധന ഉണ്ടായിരുന്നത്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി എക്സൈസ് ഈ ലഹരി കടത്ത് സംഘങ്ങളെ നിരീക്ഷിച്ചു വരികയായിരുന്നു. നേരത്തെ ഇത്തരം കേസുകളിൽ പെട്ട ആളുകളെയൊക്കെ നിരീക്ഷിച്ചു വരുന്നുണ്ട് എക്സൈസ്. അതിന്റെ ഭാഗമായാണ് ഈ റെയ്ഡും നടന്നിട്ടുള്ളത്. കാട്ടാമ്പള്ളി, കമ്പിൽ, കണ്ണാടിപ്പറമ്പ് ഭാഗങ്ങളിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന കണ്ണികളിൽ പ്രധാനിയാണ് ഈ മുസമ്മിൽ എന്നാണ് ഇപ്പോൾ എക്സൈസ് വ്യക്തമാക്കുന്നത്. പ്രതി നേരത്തെയും ഈ മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെട്ട ആളാണ്. എക്സൈസ് ഇൻസ്പെക്ടർ S സിയാദ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ RP അബ്ദുൾ നാസർ, രാജേഷ് ശങ്കർ, C അജിത്, പ്രിവന്റീവ് ഓഫീസർ PP സുഹൈൽ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ AV രതിക, PV ഗണേഷ് ബാബു, KT ഫസൽ എന്നിവരാണ് ഈ മയക്കുമരുന്ന് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത്. എക്സൈസിന്റെ ഈ ഓപ്പറേഷൻ തണ്ടർ ആരംഭിച്ചതിന് ശേഷം കണ്ണൂരിൽ നിരവധി കേസുകളാണ് ഇത്തരത്തിൽ പിടികൂടിയിട്ടുള്ളത്. വലിയ അളവിൽ രാസലഹരി അടക്കം പിടികൂടുന്ന ഒരു സാഹചര്യം എക്സൈസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ മയക്കുമരുന്ന് എവിടെ നിന്ന് എത്തുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണവും എക്സൈസ് ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഉറവിടത്തിലേക്കും അന്വേഷണം എന്തായാലും എത്തും എന്ന് എക്സൈസ് വ്യക്തമാക്കുന്നുണ്ട്. ഈ പ്രതിയുടെ ഫോൺ ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ ബാങ്ക് ഇടപാടുകളെല്ലാം തന്നെ എക്സൈസ് പരിശോധിച്ചു വരികയാണ്. ആർക്ക് എവിടെ നിന്ന് ഇത് എത്തിച്ചു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ അന്വേഷണം ഉണ്ടാകും എന്ന് എക്സൈസ് വ്യക്തമാക്കുന്നുണ്ട്. ബാംഗ്ലൂരിൽ നിന്നൊക്കെയാണ് ഈ വൻതോതിൽ ഈ മയക്കുമരുന്ന് ഇങ്ങനെ എത്തുന്നത് എന്നാണ് എക്സൈസിന് ലഭിച്ചിട്ടുള്ള വിവരം. അങ്ങനെ അത് എവിടെ നിന്ന് കൊണ്ടുവന്നു, എങ്ങനെ കൊണ്ടുവന്നു തുടങ്ങിയ കാര്യങ്ങളും അന്വേഷിക്കും. ശക്തമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് എക്സൈസ് വ്യക്തമാക്കുന്നുണ്ട്. റെയ്ഡ് തുടരുകയാണ് ഇപ്പോഴും എക്സൈസ്. പലരും നിരീക്ഷണത്തിലാണ്. അങ്ങനെ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി രാസലഹരിക്കെതിരായ ഒരു പോരാട്ടം എക്സൈസ് ശക്തമാക്കുകയാണ്. അതിന്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ ഈ വലിയ മയക്കുമരുന്ന് വേട്ട കണ്ണൂരിൽ നടന്നത്. ഷിനിത്ത്.